യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം, മലയാളി അറസ്റ്റിൽ. നടന്നുപോയ യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിലെ പ്രതി മലയാളിയായ സന്തോഷ് ഡാനിയേലാണ് അറസ്റ്റിലായത്. കോഴിക്കോട് നിന്നാണ് പ്രതിയെ പിടികൂടിയത്. വൈറ്റ് ഫീൽഡിലെ കാർ ഷോറൂമിൽ ജോലി ചെയ്യുകയായിരുന്ന പ്രതി സംഭവത്തിന് ശേഷം ഹൊസൂരിലേക്കും പിന്നീട് സേലത്തേക്കും രക്ഷപ്പെട്ടുവെന്നാണ് പോലീസ് പറയുന്നത്. അന്വേഷണം ഭയന്ന് കേരളത്തിലേക്ക് പോയ പ്രതി കോഴിക്കോട് നടുവണ്ണൂരിൽ വെച്ചാണ് കർണാടക പോലീസിന്റെ പിടിയിലായത്. ലൈംഗിക അതിക്രമം നടത്തുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ സ്വമേധയാ കേസെടുത്ത് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലാകുന്നത്. ഈ മാസം 3-നാണ് അതിക്രമം നടന്നത്. രാത്രി BTM ലേഔട്ടിൽ 2 യുവതികൾ നടക്കുന്നതിനിടെ പിന്നിലൂടെ എത്തിയ യുവാവ് ഒരാളെ കയറിപ്പിടിക്കുകയായിരുന്നു. ഇതിനുശേഷം ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. പത്തനംതിട്ട തിരുവല്ലയിൽ യുവാവ് കുത്തേറ്റ് മരിച്ചു. അയൽവാസി പിടിയിൽ. തിരുവല്ല ഈസ്റ്റ് ഓതറ സ്വദേശി മനോജാണ് മരിച്ചത്. സംഭവത്തിൽ മനോജിന്റെ ബന്ധുവായ രാജനെ പോലീസ് പിടികൂടി. ഇയാൾക്കും പരിക്കേറ്റു. രാജനെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ലൈഫ് പദ്ധതിയിൽ അനുവദിച്ച പണം മനോജിന്റെ മകൻ കൈക്കലാക്കിയതിലുള്ള മുൻ വിരോധമാണ് കൊലപാതക കാരണമെന്ന് പോലീസ് പറയുന്നു. ഞായറാഴ്ച അർദ്ധരാത്രിയോടെയാണ് സംഭവം നടന്നത്. ഒബ്സർവേഷൻ ഹോമിൽ 17-കാരൻ മരിച്ച നിലയിൽ. ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ നിരീക്ഷണത്തിലായിരുന്ന കണ്ണൂർ സ്വദേശിയായ കുട്ടിയാണ് കോഴിക്കോട് വെള്ളിമാടുകുന്നിലെ ഒബ്സർവേഷൻ ഹോമിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കിടപ്പുമുറിയിലെ ഫാനിൽ തൂങ്ങിയ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കുട്ടി തനിച്ചാണ് മുറിയിൽ താമസിച്ചിരുന്നത്. തിരുവല്ലയ്ക്ക് പിന്നാലെ പെരിന്തൽമണ്ണയിലും. ഇവിടെയും പ്രതി ബന്ധുവായ അയൽവാസി തന്നെ. ആലിപ്പറമ്പ് പുത്തൻവീട്ടിൽ സുരേഷ് ബാബുവാണ് മരിച്ചത്. സംഭവത്തിൽ ബന്ധുവും അയൽവാസിയുമായ സത്യനാരായണനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഞായറാഴ്ച അർദ്ധരാത്രിയോടെയാണ് ഇവിടെയും കൊലപാതകം നടന്നത്. മുൻ വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ് അറിയിച്ചു. നേരത്തെയും ഇവർ തമ്മിൽ തർക്കങ്ങൾ നിലനിന്നിരുന്നതായി പോലീസ് പറഞ്ഞു. കേണിച്ചിറ കേളമംഗലത്ത് ഭാര്യയെ ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. കേണിച്ചിറ കേളമംഗലം മാഞ്ചിറ ലിഷയാണ് കൊല്ലപ്പെട്ടത്. ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ജിൽസൺ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. പരിക്കേറ്റ ഇയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്നലെ പുലർച്ചെയാണ് സംഭവം. 2 മക്കളെയും മുറിയിൽ അടച്ചിട്ട ശേഷമാണ് ജിൽസൺ ലിഷയെ കൊലപ്പെടുത്തിയത്. പിന്നാലെ ആത്മഹത്യ ചെയ്യാനായി കൈഞ്ഞരമ്പ് മുറിക്കുകയായിരുന്നു. ഫോണിന്റെ ചാർജിംഗ് കേബിൾ കൊണ്ടാണ് ഭാര്യയെ കൊലപ്പെടുത്തിയത്. പിന്നാലെ തൂങ്ങി മരിക്കാനായി മരത്തിൽ കുരുക്കിട്ട് കയറിയെങ്കിലും താഴെ വീണു. പിന്നാലെ വിഷം കുടിക്കുകയും കൈഞ്ഞരമ്പ് ബ്ലേഡ് കൊണ്ട് മുറിക്കുകയുമായിരുന്നു. കടബാധ്യതയാണ് കാരണമെന്നാണ് വിവരം. ആത്മഹത്യാ ശ്രമത്തിനു മുൻപ് അർദ്ധരാത്രിയോടെ ഇയാൾ സുഹൃത്തുക്കൾക്ക് സന്ദേശം അയച്ചിരുന്നു. ജിങ്കാന സിനിമ കണ്ടിറങ്ങിയതിന് പിന്നാലെ അടി. തിയേറ്റർ ജീവനക്കാരന് ക്രൂരമർദ്ദനം. മലപ്പുറം ചങ്ങരംകുളം MD മാർസ് തിയേറ്ററിൽ ഇന്നലെ വൈകിട്ടാണ് സംഭവം ഉണ്ടായത്. തിയേറ്റർ ജീവനക്കാരനായ ചാലശ്ശേരി സ്വദേശി അനന്തു ഉണ്ണികൃഷ്ണനെ സിനിമ കാണാനെത്തിയ യുവാക്കൾ മർദ്ദിച്ച് അവശനാക്കി. സിനിമ കഴിഞ്ഞ് എക്സിറ്റ് വഴിയിലൂടെ പുറത്തേക്ക് പോകണമെന്ന അനന്തുവിന്റെ നിർദ്ദേശം ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു സംഘർഷത്തിന്റെ തുടക്കം. ഒരു സംഘം യുവാക്കളാണ് അനന്തുവിനെ മർദ്ദിച്ചത്. പരിക്കേറ്റ അനന്തു ആശുപത്രിയിൽ ചികിത്സയിലാണ്.